കർത്താവിന്റെ ദാസനിൽ നിന്നൊക്കെ ദൈവവചനങ്ങൾ കേൾക്കുവാനും ദൈവാലോചന കേൾക്കുവാനൊക്കെ ഇടയായി. ആമേൻ. ദൈവസന്നിധാനത്ത് ആമേൻ. വാക്യം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57:15. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന നാമമുള്ള നാമമുള്ളവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിൽ ഏറ്റവും വലിയ പ്രവാചകനാകുന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകമാണ് ഈ പുസ്തകം. ഈ പുസ്തകം 66 അധ്യായങ്ങൾ കൊണ്ട് നിറയപ്പെട്ട ഒരു പുസ്തകമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. വേദപുസ്തകം 66 പുസ്തകങ്ങൾ അടങ്ങുമ്പോൾ 66 അധ്യായങ്ങൾ കൊണ്ട് അടങ്ങപ്പെട്ട ഒരു പുസ്തകമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. ഏറ്റവും വലിയ പ്രവാചകനായ പുസ്തകം. ഈ പ്രവചന പുസ്തകത്തിൽ പറയുന്നു, ഞാൻ ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയുമാണ്. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയുമായിരിക്കുന്ന ദൈവം. എന്നാൽ ഹല്ലേലൂയ, ഈ ഉന്നതനായ ദൈവത്തിന് നാം കൊടുക്കുന്ന മഹത്വം എങ്ങനെ? ഉന്നതനും ഉയർന്നിരിക്കുന്നവനുമാണ് എന്ന് പറഞ്ഞാൽ അവൻ താഴെ കൂടി നടക്കുന്നു എന്നുള്ളതല്ല, അവൻ അശുദ്ധിയിൽ വസിക്കുന്നു എന്നുള്ളതല്ല. അവൻ വിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് അവൻ ഉന്നതങ്ങളിൽ വസിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമാണ്. ഉന്നതങ്ങളിൽ വസിച്ചുകൊണ്ട് ഭൂമിയിൽ പാർക്കുന്ന ജനത്തിന് അനുദിനം ഭരിച്ചു നടത്തുവാൻ എല്ലാ ഹല്ലേലൂയ ആമേൻ ആമേൻ നിലവാരങ്ങളെയും ആരാഞ്ഞറിഞ്ഞുകൊണ്ട് ഒരു ഉന്നതനായ ദൈവമാണ് നമ്മുടെ കർത്താവ്. കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിക്ക്. അല്പസമയം നിങ്ങൾ വചനത്തിന്റെ ശ്രദ്ധയിലേക്ക് നമുക്ക് കടന്നു വരാം. ഹല്ലേലൂയ ആമേൻ ആമേൻ. അവന്റെ പേര് ഉന്നതൻ എന്നാണ്, ഉയർന്നിരിക്കുന്നവനാണ്, ശാശ്വതവാസി എന്നാണ്. അവന്റെ നാമം എന്ന് പറഞ്ഞാൽ മഹത്വത്തിന്റെ നാമമാണ്. അവന്റെ നാമത്തെ ആശ്രയിച്ചിരിക്കുന്ന ഇല്ലേ ഹല്ലേലൂയ ഇല്ല എന്ന് പറയുന്ന ഹല്ലേലൂയ സകല വിഷയത്തെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ, നമ്മുടെ മേൽ അത് സ്ഥാപിതമാക്കി തരുവാൻ, നമ്മുടെ ആവശ്യങ്ങളെ നിർവഹിച്ചു തരുവാൻ, നമ്മുടെ ആവശ്യങ്ങളെ നിവർത്തിച്ചു തരുവാൻ ശക്തനായ ഒരു ദൈവമാണ് ഉയർന്നിരിക്കുന്ന ദൈവം. ഹല്ലേലൂയ ആമേൻ. ഉന്നതനായിരിക്കുന്ന ദൈവം. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും എന്ന് പറയാൻ, ശാശ്വതവാസി എന്ന് പറയാൻ ഒരുപാട് ഗ്രന്ഥങ്ങൾ ലോകത്ത് കിടക്കുമ്പോൾ, ഒരുപാട് ദൈവങ്ങൾ ലോകത്ത് കിടക്കുമ്പോൾ ഉയർന്നിരിക്കുന്ന ദൈവം ഒരുവനേ ഉള്ള അവൻ യേശു കർത്താവ് എന്നറിയപ്പെടുന്ന ദൈവമക്കൾ കരങ്ങളെ തട്ടി, വായി കൊണ്ടുവന്നവർ വായി തുറന്നുകൊണ്ട്, കരം കൊണ്ടുവന്നവർ കരമടിച്ചുകൊണ്ട് നിങ്ങൾ എന്നോടൊപ്പം കടന്നു വരിക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഉയർന്നിരിക്കുന്നവനെ മഹത്വപ്പെടുത്താൻ പോകുന്നു, ഉന്നതനെ മഹത്വപ്പെടുത്താൻ പോകുന്നു, ശാശ്വതവാസിയെ മഹത്വപ്പെടുത്താൻ പോകുന്നു. അവന്റെ പ്രവൃത്തി അത്ഭുതമെന്നറിയപ്പെട്ട ദൈവമക്കളുടെ അതരങ്ങൾ ചലിക്കട്ടെ, അതരങ്ങൾ ചലിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. യോർദാനകത്ത് പോയ കോടാലിയെ എടുക്കുവാൻ സ്ക്രെയിൻ വിളിക്കാൻ പോയില്ല കർത്താവ്. മറ്റ് സംവിധാനങ്ങളൊന്നും തേടിയില്ല. ഒരു കോൽ ഇങ്ങോട്ട് വെട്ടിയെടുത്തതേ ഉള്ളൂ. ഒരു ചെറിയ കോലുണ്ടല്ലോ, ആ വൃക്ഷത്തിൽ നിന്ന് ഇങ്ങോട്ട് വെട്ടിയങ്ങ് എടുത്തേച്ച് കർത്താവ് ഹല്ലേലൂയ ഇതിനെ ആ പ്രവാചകൻ പറഞ്ഞു, എവിടെയാ വീണെന്ന് ചോദിച്ചപ്പോ ഇന്ന ഭാഗത്താ വീണത്. ആ കോലിനെ അവിടെ അങ്ങ് ഇട്ടു. ഈ ഹല്ലേലൂയ ഒരു അത്ഭുതം എന്ന് പറഞ്ഞ നമ്മുടെ ആമേൻ ആമേൻ ഹല്ലേലൂയ ചിന്തിക്കാൻ പറ്റാത്ത ഒരു അത്ഭുതമല്ലേ ഹല്ലേലൂയ. ഈ ഇരുമ്പ് വീണ മാത്രയിൽ വെള്ളത്തിന് അടിയിലാ പോയത് ചെറിയൊരു അരുവിയിലല്ല, ഒരു പുഴയ്ക്കകത്താണ്. യോർദാൻ എന്ന് പറയുന്ന പുഴയ്ക്കകത്താണ്. ഈ പുഴയ്ക്കകത്ത് വീണ കോടാലിയെ എടുക്കുവാൻ പ്രവാചകന്റെ നിലവിളി കേട്ട് ഇറങ്ങി വന്ന ഒരുവൻ ഉണ്ടെങ്കിൽ സാക്ഷാൽ യഹോവ മാത്രമേ ഉള്ളൂ. അവൻ ചോദിച്ചു, നിന്റെ കയ്യിലിരുന്ന കോടാലി വീഴുന്ന സ്ഥലം പറ. ആമേനാമേ ശക്തിയോടെ കരമടിച്ച് ആരാധിക്ക്. ആ കോടാലി വീഴുന്ന സ്ഥലത്തേക്ക് ഒരു കോല് വെട്ടി അവിടേക്ക് ഇട്ടപ്പോ ഈ വെള്ളത്തിന്റെ ആഴത്തിൽ കിടന്ന സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ചെന്ന് അല്ലെങ്കിൽ തറപറ്റി കിടന്ന കോടാലി പൊങ്ങി വരണമെങ്കിൽ അവന്റെ പ്രവൃത്തിയുടെ ആഴം അറിയപ്പെട്ടവര് കരമടിച്ചു ദൈവത്തെ സ്തുതിക്ക്. പോരാ പോരാ പോരാ, നിങ്ങൾ ആരാധിച്ചാൽ ഇന്ന് വിടുതൽ പ്രാപിച്ചു പോകും.
നിങ്ങളുടെ ആരാധനയാണ് ലക്ഷ്യം. ആരാധിക്കാൻ മനസ്സുണ്ടെങ്കിലേ, ഓ ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ വാഗ്ദത്തങ്ങൾ ആഴത്തിലാണ് കിടക്കുന്നെങ്കിൽ, ഉയരത്തിൽ ഇരിക്കുന്നവൻ, ഉന്നതങ്ങളിൽ ഇരിക്കുന്നവൻ, ഉയർന്നിരിക്കുന്നവൻ, ശാശ്വതവാസിയായവൻ ആഴത്തിൽ കിടക്കുന്ന നമ്മെ, താഴെ കിടക്കുന്ന നമ്മെ, ഭൂമിയിൽ കിടക്കുന്ന നമ്മെ, ഉയരങ്ങളിൽ ഇരിക്കുന്നവൻ ഇന്ന് തട്ടി ഉണർത്താൻ പോകുകയാണ്. ആത്മാവിലൊരു ഉണർവ് സംഭവിക്കട്ടെ, ആത്മാവിലൊരു എഴുന്നേൽപ്പുണ്ടാകട്ടെ. വചനം പറയുന്നു, എഴുന്നേറ്റ് പ്രകാശിക്ക്, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. എല്ലാവരും ആരാധിച്ചാട്ട്, എല്ലാവരും ആരാധിച്ചാട്ട്, എല്ലാവരും ആരാധിച്ചാട്ട്. ചില പുതിയ ഉറവകൾ തുറക്കാൻ പോകുന്ന, ചില പുതിയ വിടുതലുകൾ ദൈവ മക്കളുടെ മേൽ പകരാൻ പോകുന്ന യേശുവിന്റെ നാമത്തിൽ അടുത്തിരിക്കുന്ന സഹോദരി, അടുത്തിരിക്കുന്ന സഹോദരിക്ക് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഇന്ന് പൽക്കാലം വിടുതൽ നടക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. മാക്സിമം ഉപവസിക്കാൻ പറ്റുമെന്നുള്ള ദിവസങ്ങൾ ഉപവസിക്കണം. ഉപവസിക്കാത്തവരാരും ദൈവമക്കളായി കർത്താവിനോട് എത്താൻ പറ്റുകയില്ല. യേശു ഉപവസിച്ചാണ് വെളിപ്പെടുത്തി നമുക്ക് കാണിച്ചു തന്നത്. നമുക്ക് ഉപവാസമില്ല. ഹല്ലേലൂയ. ഒരാഴ്ചയിൽ ഒരു 3 പണി ചെയ്തിട്ട് ബാക്കി അങ്ങ് ഉപവസിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്ങനെ തളരുമോ എന്ന് അപ്പോഴറിയാം. നീ വളരും. ഹല്ലേലൂയ. നിന്റെ തളർച്ച മാറും, നിന്റെ വളർച്ച തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിര്. വളർച്ച തുടങ്ങാൻ പോവുകയാണ് യേശുവിന്റെ നാമത്തിൽ. ആഴത്തിൽ കിടന്ന കോടാലിയെ എടുക്കാൻ ഒരു കോൽ മതിയായെങ്കിൽ ഇന്ന് പോൽക്കാലം ചില ആഴത്തിൽ കിടക്കുന്ന നന്മകൾ, ഉയരങ്ങളിലിരിക്കുന്നവൻ, ഉയർന്നിരിക്കുന്നവന്, ഉന്നതനും ശാശ്വതവാസിയുമായവൻ അല്ലെങ്കിൽ വാഗ്ദത്തങ്ങൾ തുറക്കാൻ പോകുന്നു. എല്ലാവരും മദരങ്ങൾ ചലിച്ച് പ്രാർത്ഥിച്ചാട്ട്, എല്ലാ വായികളും തുറന്ന് പ്രാർത്ഥിച്ചാട്ട്. യേശുവിന്റെ നാമത്തിൽ പെട്ടകം നിന്റെ വീട്ടിനകത്തോട്ട് വരട്ടെ. പെട്ടകം നിന്റെ വീട്ടിനകത്ത് വരട്ടെ. യേശുവിന്റെ നാമം നിന്റെ വീട്ടിനകത്ത് വരട്ടെ. അതേ വൃത്തുത, അതേ സഹോദര സഹോദരി, ദൈവത്തിന്റെ ദാസന്മാരെ ദാസിമാരെ, വചനമാകുന്ന പെട്ടകം നിന്റെ വീട്ടിനകത്തോട്ട് വരട്ടെ. ഓ, വചനമാകുന്ന പെട്ടകം നിന്റെ വീട്ടിനകത്ത് കയറിയാൽ ഇന്ന് വൽക്കാല താഴ്ചയല്ല, നിശ്ചയം ഉയർച്ച തന്നെ പ്രാപിക്കുമെന്ന് പാട്ടുകാരൻ പാടുന്നത് പോലെ ഉയർച്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന അതേ സഹോദര സഹോദരി, എല്ലാവരും വായികളെ തുറന്ന് പ്രാർത്ഥിച്ചാട്ട്. ദൈവത്തിന്റെ ആത്മാവ് കുടുംബങ്ങളുടെ മേൽ ഈ വൽക്കാലം അത്ഭുതം ചെയ്യാൻ പോകുന്നു, അടയാളം ചെയ്യാൻ പോകുന്നു. വീര്യം പ്രവർത്തിക്കുന്ന ദൈവമാണ്. വീരനാം ദൈവമായ കർത്താവിന്റെ ആ ശാശ്വതവാസിയായ ദൈവത്തെ, സമ്പൂർണമായവനെ, പൂർണ്ണനായവനെ, പൂർണ്ണമായ ഒരു ആരാധന കൊടുക്കാം. ഓ, ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ താങ്ങി നടത്തിയതോർക്കുന്തോളൻ കണ്ണുകൾ നിറയുന്നേ. ഓ, താങ്ങി നടത്തിയതോർക്കുന്തോളൻ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിത് പോരാ, നാളിത് പോരാ, ആയസം ഇത് പോരാ. സ്തോത്രം. ഒരാള് പുലിക്കല്ല ആരാധിക്കുന്നത്. എന്നെ ആരും കാരണം ഹോളി സ്പിരിറ്റ് ഒരുവന്റെ അകത്ത് ഇറങ്ങിക്കഴിഞ്ഞ അവൻ ഭൂതം മാറി പുറത്തു വരും. അവനോട് ആരും ഉപവസിക്കാൻ പറഞ്ഞു കൊടുക്കണ്ട. സത്യം നിന്റെ ഹൃദയത്തിനകത്ത് കയറിയാൽ, അല്ലെങ്കിൽ സത്യ വേദപുസ്തകത്തിന്റെ മർമ്മം നിന്റെ ഹൃദയത്തിനകത്ത് കയറിയാൽ, ഉപവസിക്കുന്ന എല്ലാ ദിവസവും പറയണ്ട, താനേ ചെയ്തോളും. കാരണം അത് വേദപുസ്തകത്തിന്റെ ആ അടിസ്ഥാനപരമായ വാഗ്ദത്തമാണ്. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ വ്യാധി നീങ്ങി പോകുന്നില്ലെന്ന്. അല്ലോ രാമയെ പറ, അല്ലോ രാമയെ പറഞ്ഞാട്ട്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ ഇതിലേക്ക് കടന്നു വന്ന് ആമേൻ അടുത്ത 1-2 സെന്റൻസ് കൂടി ഹല്ലേലൂയ പ്രസ്താവിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. വായിക്ക്. താഴ്മയോടുകൂടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയവും ഉള്ളവരോട് കൂടെ വസിക്കുന്നു. മനസ്സ് മാത്രം പോരാ, വിനയവും കൂടി വേണം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ.
ആഴ്ചയിൽ ഒരു പണിക്ക് പോകാതെ ഉപവസിച്ചവനാണ് ഞാൻ. എൻ്റെ അടുത്ത് വന്നിരുന്നും കൊണ്ട് ഒരു മനുഷ്യര് ന്യായമൊന്നും പറയരുത്, അല്ലെങ്കിൽ ഇത്തിരി ദൂരെ നിന്നിട്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ വീട്ടിന് ജപ്തി നടപടിക്ക് ആരും വന്നില്ല. എൻ്റെ മക്കളെ കെട്ടിക്കാൻ ആരുടെയും വീട്ടിൽ ചെന്ന് ഞാൻ ലോൺ എടുത്തില്ല. എല്ലാം കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നത് എന്തിനെന്ന് പാട്ടുകാരൻ പാടി. ഇറങ്ങി വന്നത് വിഗ്രഹാരാധന കുടുംബത്തിൽ നിന്നാണ്. വിഗ്രഹത്തെ ഉണ്ടാക്കുന്ന കുടുംബത്തിനകത്താണ് യേശുക്രിസ്തുവിന്റെ നാമം പറഞ്ഞു വരുന്ന ഒരു കുഞ്ഞിനെ വീട്ടിൽ കയറ്റാത്ത, വീട്ടിൽ ജനിച്ചു വളർത്തപ്പെട്ട് ഹല്ലേലൂയ ആമേൻ ആമേൻ കുടുംബസ്ഥനായി 2 കുഞ്ഞുങ്ങളുടെ പിതാവായപ്പോ യേശു പറഞ്ഞു, ഇനി നിന്നെ എനിക്ക് വേണം, ഇനി നിന്നെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് യേശു പിടിച്ചു. അത് പട്ടിണി മാറാൻ വേണ്ടിയല്ല, പട്ടണത്തിന്റെ സ്ഥിതി മാറ്റാൻ വേണ്ടിയാ. ഓ, യേശുവിന്റെ നാമം ഹല്ലേലൂയ പട്ടിണി മാറുന്ന നാമമല്ല. ഹല്ലേലൂയ ആമേൻ ആമേൻ പട്ടിണി മാറുന്ന നാമമല്ല കേട്ടോ. ഇത് പട്ടിണി മാറുന്ന നാമവും പറഞ്ഞ് മാസശമ്പളത്തിന് നടക്കുന്ന ജോലിയല്ല കേട്ടോ. ഇത് ക്രിസ്തുവിന്റെ വേലയാ. കഷ്ടം സഹിക്കുന്നവൻ ഭാഗ്യവാൻ, അവർക്ക് നന്മ വരുമെന്ന് പഠിപ്പിച്ച യേശുവിന്റെ വചനം പറയുകയാണ്. മനസ്താപമുള്ളവരെ ഹല്ലേലൂയ, നമുക്ക് മറ്റൊരാളിനെ നമ്മുടെ നന്മയിൽ നിന്ന് സഹായിക്കണം, കൊടുക്കണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ചെയ്യാൻ ദൈവം സഹായിക്കും. കർത്താവ് പറഞ്ഞില്ലേ, ആഗ്രഹിക്കുന്ന ഉള്ളത്തെ ഞാൻ അതിലാക്കും, ആഗ്രഹിക്കുന്ന ഉള്ളത്തെ ഞാൻ തൃപ്തിപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ ആമേൻ ആമേൻ. യശാംശവും നന്മയൊന്നും എടുത്ത് തിന്നുന്നവർക്ക് വേണ്ടി ഞാൻ എത്ര പ്രാർത്ഥിച്ചാലും കർത്താവ് കേൾക്കത്തില്ല എന്ന് പറഞ്ഞാൽ വചനത്തിന് ആവർത്തിച്ച് പറയുന്നത്, നിങ്ങൾ എന്നെ തോപ്പിക്കുന്നു, എന്നെ വഞ്ചിക്കുന്നു എന്നൊക്കെ. ആ അർത്ഥത്തിന്റെ ഒരു ആഴമെന്ന് ദഹിച്ച് വഞ്ചിക്കുന്നു ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നാ വാക്കല്ലേ, അതിനപ്പുറത്തൊരു വാക്ക് ഉലകത്തിലില്ല. ആമേൻ. അങ്ങനെ നമ്മൾ ദൈവത്തെ വഞ്ചിച്ചിട്ട് വന്നിരുന്നു കൊണ്ട് ഇങ്ങനെ ടാറ്റ പറഞ്ഞിട്ട് പോകാനേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ടാറ്റ അകത്ത് കയറണമെങ്കിൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടണം. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ നീ ദൈവത്തിന് നേരും നെറിയുള്ളവനായിരിക്കണം. ദൈവത്തിന് അല്ലെങ്കിൽ നേരും നെറിയും പ്രമാണം അനുസരിക്കുന്നവനായിരിക്കണം. നീ വിശുദ്ധ സ്നാനപ്പെട്ട വ്യക്തിയാണോ, തിരുമേശ എടുക്കുന്ന വ്യക്തിയാണോ, കൂട്ടായ്മ ആചരിക്കുന്ന വ്യക്തിയാണോ, നീ പ്രമാണം അനുസരിക്കുന്ന വ്യക്തിയാണോ, നിന്റെ കയ്യിൽ സത്യവേദപുസ്തകം എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ടോ, ആ ഗ്രന്ഥം വായിക്കുന്ന വ്യക്തിയാണോ, നിന്റെ മനസ്സ് എപ്പോഴും ദൈവത്തോട് കൂടിയായിരിക്കണം. ഞാൻ കുറവുള്ളവനായാൽ ദൈവം എന്നെ ഉയർത്തത്തില്ല. ഓ, താഴ്ചയിൽ കിടക്കുന്ന എന്നെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ യേശുവിന് കഴിയും. അതിന് ഞാൻ ചെയ്യേണ്ട ചില കാര്യങ്ങൾ കൃത്യനിഷ്ഠയോടെ ചെയ്യണം. ഹല്ലേലൂയ ആമേൻ ആമേൻ സ്തോത്രം. 59:12-13 എന്ന് വായിക്കാം. വായിച്ചോ. നമ്മുടെ അതിക്രമങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ പെരുകിയിരിക്കുകയാണ്. ഞങ്ങളുടെ പാപങ്ങൾ ആർക്ക് വിരോധമായി? നമുക്ക് വിരോധമായി സാക്ഷീകരിക്കുന്നു. ഞങ്ങളുടെ അതിക്രമങ്ങൾ ഞങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങളെ ഞങ്ങൾ അറിയുന്നു. ആ അതിക്രമം ചെയ്ത് യഹോവയെ നിഷേധിക്കരുതേ. ഹല്ലേലൂയ. ഞാൻ അടുത്തൊരു വാക്യത്തിലേക്ക് കൂടി കടന്നു വരട്ടെ. ഹല്ലേലൂയ ആമേൻ ആമേൻ സ്തോത്രം 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 ചെയ്യുന്നു. ആമേൻ ആമേൻ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 21 വായിക്കാം. ഒരു നദി പോലെ അവൻ വരും, എന്നാൽ സിയോനിൽ യാക്കോബിൽ അതിക്രമം വിട്ടു തിരിയും. തിരിയുന്നവർക്കും വീണ്ടെടുപ്പുകാരനായി വരും. അതിക്രമം വിട്ടു തിരിയുന്നവർക്ക് യഹോവ ഇനി വരുന്നത് ഒരു വീണ്ടെടുപ്പുകാരനായി വരും. ഹല്ലേലൂയ. ഒരു വീണ്ടെടുപ്പുകാരനെ, ഒരേ ഒരു വീണ്ടെടുപ്പുകാരനെ ഉള്ളൂ. അത് യഹോവയാകുന്ന ദൈവമെന്ന് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. ഒരു വീണ്ടെടുപ്പുകാരനെ ഉള്ളൂ. ഇനി ഒരിക്കൽ ഒരു വീണ്ടെടുപ്പ് നടക്കും. ആ വീണ്ടെടുപ്പിന്റെ ആസന്ന വരവ് വന്നോ, സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആസന്നം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനായി ഒരുങ്ങിയിരിക്കുന്ന ദൈവമക്കൾ എപ്പോഴും കർത്താവിനോട് പറ്റിയിരിക്കണം. ഹല്ലേലൂയ. ഭാഗ്യ നാട്ടിൽ പോകുമെന്ന് പാടുന്നത് മാത്രമല്ല, പ്രാബല്യത്തിലും പ്രവൃത്തിയിലും കൂടെ ഉണ്ടായാൽ അത് അക്ഷരാർത്ഥത്തിൽ ഒരു വിടുതലായി ഭവിക്കട്ടെ. ഹല്ലേലൂയ ആമേൻ ആമേൻ സ്തോത്രം ചെയ്യുന്നു. അതിന്റെ ഈ 60:7 കൂടി ഒന്ന് വായിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആടുകളൊക്കെ നിന്റെ അടുക്കൽ ഒന്നിച്ചു കൂടും. ഹല്ലേലൂയ. മുട്ടാടുകൾ നിനക്ക് ശുശ്രൂഷ ചെയ്യും.
അത് പ്രസാദമുള്ള യാഗമായി എന്റെ പീഠത്തിന്മേൽ വരും. അങ്ങനെ ഞാൻ എന്റെ മഹത്വമുള്ള ആലയത്തെ മഹത്വപ്പെടുത്തും. ദൈവത്തിന്റെ സഭയ്ക്ക് ഒരു വ്യത്യാസം ദൈവത്തിന്റെ സഭയുടെ വർദ്ധനവ് സമയമാണ്. ആമേൻ 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 ആമേൻ. സ്തോത്രം ചെയ്യുന്നു. ക്രൈസ്തവനോട് ഹല്ലേലൂയ. ആമേൻ. വിശുദ്ധ ആരാധന 4 മണി വരെ സെക്ഷൻ ആരാധനയായി ദൈവം മാറ്റാൻ പോവുകയാണ്. ആടുകൾ വന്ന് കാത്തു നിൽക്കാൻ പോകുക. വന്നിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ ചിതറിക്കിടക്കുന്ന ചില ജനത്തെ ഹല്ലേലൂയ ആമേൻ ദൈവമില്ലാത്ത ചില ഇടത്തു പോകുന്ന ചില വ്യക്തികളെ ദൈവസഭയിലേക്ക് ദൈവം കൊണ്ടുവന്നിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും വായികളെ തുറന്ന് പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ആമേൻ ദൈവസഭയുടെ സ്ഥിതി മാറ്റാൻ പോകുന്നു. ദൈവജനത്തിന്റെ സ്ഥിതി മാറ്റാൻ പോകുന്നു. സിയോനിൽ നിന്ന് രക്ഷ വന്ന് ഹല്ലേലൂയ ഇസ്രായേൽ ആനന്ദിക്കുകയും യാക്കോബ് സന്തോഷിക്കുകയും ചെയ്യുവാൻ ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടുകയാണ്. ഓ യേശുവിന്റെ നാമത്തിൽ നീ ഒരു ഇസ്രായേലാണോ? നിന്റെ സ്ഥിതി മാറാൻ പോകുന്നു. ഹല്ലേലൂയ നിന്റെ ഗതി മാറാൻ പോകുന്നു. നിന്റെ അവസ്ഥകൾക്ക് ഭേദം വരാൻ പോകുന്നു. അതേ സഹോദര സഹോദരി, നാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കർത്താവ് പറഞ്ഞല്ലോ, നിങ്ങൾ ഐക്യമത്യപ്പെട്ട് എന്ത് യാചിച്ചാലും ഞാൻ നിങ്ങൾക്ക് നൽകുമെന്ന്. ആ വാഗ്ദത്തം ഇന്ന് പകലിൽ ദൈവസഭയ്ക്കകത്ത് തുറക്കാൻ പോവുകയാണ്. ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അത്ഭുതകരമായ ചില വിടുതലുകളെ അല്ലെങ്കിൽ രോഗികളുടെ മേൽ ഇറങ്ങട്ടെ. വിദേശങ്ങളിൽ പണിയെടുക്കുന്ന നമ്മുടെ സഹോദരന്മാരുടെ മേൽ സജി അല്ലെങ്കിൽ സജിലാൽ കർത്താവിന്റെ ദാസന്റെ മകളും കുടുംബം, മറ്റ് രാജ്യങ്ങളിൽ ഇരിക്കുന്നവർ, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇരിക്കുന്നവർ, മറ്റ് സ്റ്റേറ്റുകളിൽ ഇരിക്കുന്നവർ എല്ലാവരെയും ദൈവം വിടുവിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ധാരാളം രാജ്യങ്ങളിൽ ഫോൺ വിളിക്കുന്ന കുടുംബങ്ങളെ ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അവരായിരിക്കുന്നിടത്ത് തന്നെ ഇവിടെ നമ്മൾ ഒരുമിച്ച് ആരാധിക്കുമ്പോൾ അവരുടെ മാതാപിതാക്കൾ, അവരുടെ ഭാര്യ, കുഞ്ഞുങ്ങൾ, അവരുടെ സഹോദരങ്ങൾ ദൈവസഭയ്ക്കകത്ത് ആരാധിക്കുമ്പോൾ അവരായിരിക്കുന്നിടത്ത് ദൈവത്തിന്റെ ഉള്ളം കയ്യിൽ അവരെ വഹിക്കേണ്ടതിനാൽ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. സ്ഥിതി മാറട്ടെ, സ്ഥിതി മാറട്ടെ, സ്ഥിതി മാറട്ടെ, അവസ്ഥ മാറട്ടെ, അവസ്ഥ മാറട്ടെ. വാഗ്ദത്തങ്ങൾ തുറക്കട്ടെ. എല്ലാവരും ആരാധിക്കുക, എല്ലാവരും ആരാധിക്കുക. അല്പസമയം ആരാധിച്ചോ. ആരാധിക്കാൻ വന്നവർ ആരാധിച്ചോണം കേട്ടോ. ആരാധിക്കാൻ വന്നവരെല്ലാം ആരാധിച്ചോണ്. ഈ പോൽക്കാലം ചില വിടുതൽ ദൈവാത്മാവ് കൈമാറാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഓപ്പറേഷൻ വേണമോ എന്ന് എന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ മാരക രോഗം എന്നെ തളർത്തുമോ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ ടെൻഷൻ അടിക്കുന്ന സഹോദര, ദൈവാത്മാവ് ഇന്ന് അതിനെ കത്തി വയ്ക്കാതെ തൊടാൻ പോവുകയാണ്. കത്തി തൊടാതെ വണ്ണം ഹല്ലേലൂയ നീ കഴിക്കുന്ന ചില മരുന്നിന്റെ ശക്തി അല്ല, നിന്നിൽ ഇറങ്ങിയ ദൈവത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം തൊട്ട് വിടുവിക്കാൻ പോകുന്നു. ആമേൻ, ആമേൻ. തൊണ്ടയുടെ ഭാഗത്തിരിക്കുന്ന ട്യൂമർ ആ കട്ടിയ ദൈവാത്മാവ് ഉരുക്കാൻ പോവുകയാണ്. പ്രാപിച്ചോ, 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 പ്രാപിച്ചോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എല്ലാ രോഗത്തെ കർത്താവ് അഴിച്ചു മാറ്റും. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിച്ചവരുടെ സാക്ഷികൾ നമ്മൾ കേട്ടു. ദൈവം വിടുവിച്ച അനുഭവങ്ങൾ നമ്മൾ കേട്ടു. നമ്മുടെ നടുവിൽ സ്വന്തം മകളുടെ ഭർത്താവ് പൂജാരിയായിരിക്കുന്ന, സ്വന്തം മകളുടെ ഭർത്താവ്, അവരുടെ മൂത്ത മകളുടെ ഭർത്താവ് പൂജാരിയായിരിക്കുന്ന അമ്മയുടെ ഇരിപ്പുണ്ട്. അവര് ഹല്ലേലൂയ ആമേൻ SNDP കാസിൽ നിന്ന് വന്നവരാണ്. അവര് പോലും യേശുവിനെ ആരാധിക്കാൻ പറഞ്ഞ സാക്ഷ്യം കണ്ടോ. ഹല്ലേലൂയ. ഭവനത്തിൽ ധാരാളം വിമർശനമുണ്ട്. ഒരു പൂജാരിയുടെ ഭവനത്തിൽ ഒരു അമ്മയെന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തുമാത്രം എതിർപ്പ് വരും. അതിനെല്ലാം ഓവർകം ചെയ്തിട്ട് അവർ ആരാധിക്കുന്നെന്ന് പറയുമ്പോൾ അവർക്ക് കൊടുത്ത വിടുതലെന്ന് പറഞ്ഞാൽ അവരൊരിക്കൽ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഒരു പിടി അരിയിട്ട് കുക്കറിന്റെ അടുക്കൽ നിന്നുകൊണ്ട് എനിക്ക് 2 വിസിൽ കേൾക്കാൻ പറ്റത്തില്ല, അത്ര എന്നെ രോഗം കെട്ടിവെച്ചിരുന്നു. അടുത്ത ഒരു സഹോദരിയുടെ ഭവനത്തിൽ ആരാധനയ്ക്ക് ഇവർ ഹല്ലേലൂയ ആരാധനയുണ്ടെന്ന് അറിഞ്ഞില്ലെന്നാ പറയുന്നത്. ആരാധന ഹല്ലേലൂയ നടക്കുന്നത് അറിഞ്ഞുകൊണ്ട് ഇവര് കടന്നു വന്ന അന്ന് രോഗത്തെ കർത്താവ് ഉരിഞ്ഞു മാറ്റി അവരെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിങ്ങളിൽ കൂടി ചില കുടുംബങ്ങളെ ദൈവം തൊടാൻ പോകുക. നിങ്ങളിൽ പെട്ട ചില കുടുംബങ്ങൾ, നിങ്ങളോട് മിണ്ടാത്ത ചില കുടുംബങ്ങൾ, നിങ്ങളോട് പിണങ്ങിയിരിക്കുന്ന ചില കുടുംബങ്ങൾ, കാലാകാലങ്ങളായി നിന്നോട് ശത്രുത പുലർത്തുന്ന ചില കുടുംബങ്ങൾ ദൈവാത്മാവ് ഇന്ന് പോൽക്കാലം പുറത്തെടുക്കാൻ പോകുന്നു. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു ചില കോടാലി
കോടാലി പൊങ്ങി വന്നതുപോലെ ചില കുടുംബങ്ങൾ പൊങ്ങി വരാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ നാം ബെന്തക്കോസുകാരോട് മാത്രം സാക്ഷീകരിക്കാനല്ല, ബെന്തക്കോസുകാർക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാനല്ല, സകല ജാതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, സകല ജാതികളെ ശിഷ്യരാക്കാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവ മക്കളെ വെള്ളയും ധരിച്ചവരോടല്ല, ലോകത്ത് വെറുക്കപ്പെട്ടവരോട്, തള്ളപ്പെട്ടവരോട്, ഉപേക്ഷിക്കപ്പെട്ടവരോട് യേശുവിനെ കുറിച്ച് പറയാൻ, അവരെ ദൈവത്തിന് ചേർക്കാനാ ദൈവം നമ്മളെ വിളിച്ചത്. ഹല്ലേലൂയ. അതിനാണ് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത്. എല്ലാവർക്കും എഴുന്നേൽക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യെസ്.